കരയേണ്ട ആവശ്യം എന്തോ? കരയാനാണ് ഞാൻ പറഞ്ഞത്. രാവിലെ താമസിച്ചു വന്നു, മേലാ താമസിക്കരുതെന്ന്. അത് തെറ്റാണ്. കുട്ടിയെ മേലാൽ ഓഫീസിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അതും തെറ്റാണ്. ഒരു തെറ്റുമല്ല. പിന്നെ അവര് കരഞ്ഞെങ്കിൽ അതവരുടെ ഇഷ്ടം. പക്ഷേ കരയേണ്ട ആവശ്യമില്ലായിരുന്നു. അല്ല, ഇപ്പം കരയത്തെ കൊണ്ട് എന്തും ഉണ്ടായി ഇവിടെ? വരുന്നു മിസ്റ്റർ ലംബോദരൻ നായർ വിളിക്കുന്നു. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരിക്കും. സാർ ഇരിക്കണം. ദേവി ഇത് പതുക്കെ പറയണം സാർ. സ്നേഹത്തോടെ ഇരിക്കണമെന്ന് പറഞ്ഞൂടെ? അവര് ഇപ്പോഴും കരയണം? അതൊരു അപകടം പിടിച്ച ചോദ്യമാണ് സാർ. നേരത്തെ ഞാനാണ് പറഞ്ഞത് അവർ കരഞ്ഞു തുടങ്ങി. ഇപ്പോഴും അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ സാറ് ധരിക്കും ഞാൻ അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നോ എന്ന്. നമ്മൾ ജോലി ചെയ്യാനല്ലേ സാർ വരുന്നത്. പക്ഷെ ഇത്രയൊന്നും വേണ്ടായിരുന്നു. അതൊന്നും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. എനിക്കറിയാം എന്ത് പറയണം, എന്ത് ചെയ്യണം എന്നൊക്കെ. പിന്നെ കരഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞോണ്ടാ ഒരു വിഷമം. സാറ് വിഷമിക്കുന്ന എന്തിനാ? കരഞ്ഞത് അവരല്ലേ. അതുകൊണ്ടല്ല. ഇപ്പം കരഞ്ഞത് അവരോ ഇവരോ ആര് വേണായിക്കൊള്ളട്ടെ. പക്ഷെ ഒരു ഓഫീസിനുള്ളിൽ വെച്ച് സ്റ്റാഫ് കരയാന്ന് വെച്ചാൽ അതൊരു അന്തസ്സുള്ള നടപടിയല്ല. പിന്നെ എന്താ ഇപ്പൊ ചെയ്യാ? അത് സാറിനെ അറിയൂ. കൊരാ, ഒരു ഉപകാരം ചെയ്യൂ. അവരെ ഞാൻ വിളിക്കുന്നു പറയും. ഞാനൊരു 2 വാക്ക് സംസാരിച്ചേക്കാം. ഇപ്പം അവരുടെ മനസ്സിൽ വെറുതെ ഒരു പ്രയാസം വേണ്ട. നല്ല കാര്യമാണ്. പക്ഷേ സാർ അവരോട് പതുക്കെ സംസാരിക്കണം. ജയന്തി വിളിക്കുന്നു. കരഞ്ഞോ? അല്ല, നിങ്ങൾ കരഞ്ഞെന്നോ മറ്റോ കോര ഇവിടെ പറയുന്നത് കേട്ടു. പക്ഷേ കരയേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ കരഞ്ഞില്ല സാർ. എന്തിനായി കള്ളം പറയുന്നത്? നിങ്ങളുടെ കണ്ണ് കണ്ടറിയില്ലേ കരഞ്ഞാണെന്ന്? കരയാനല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓഫീസ് കാര്യങ്ങളിൽ നാം കുറച്ചുകൂടെയൊക്കെ ഒരു ശ്രദ്ധ കാണിക്കണം. പക്ഷേ ഞാനത് പറയുമ്പോൾ നിങ്ങൾ കരയണമെന്നുള്ളത് എന്റെ ഉദ്ദേശമായിരുന്നില്ല. നിങ്ങൾ കരഞ്ഞതിൽ എനിക്ക് വിഷമമുണ്ട്. പിന്നെ എന്റെ സംസാര രീതി ആർക്കും ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. അതെന്റെ തെറ്റല്ല, എന്റെ രീതി അതാണ്. വേണ്ട, എന്റെ പ്രായത്തിലുള്ള ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന് നിങ്ങൾ ലംബോദരൻ നായർ എന്ന പേര് കേട്ടിട്ടുണ്ടോ? അപ്പൊ അതാണ് ഞാൻ. എന്നെ ദയവായി മനസ്സിലാക്കുക. സാറങ്ങനെ പറഞ്ഞതിൽ എനിക്ക് വിഷമമില്ല. തെറ്റെന്റേതാണ്. കറക്റ്റ്. അതാണ് അതിന്റെ ഒരു ശരി. ഞാൻ എന്തിനത്രയും പറഞ്ഞുവെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമായെങ്കിൽ അവിടെ ഞാൻ വിജയിച്ചു. പിന്നെ ബാക്കിയുള്ള ആൾക്കാർ നമ്മെ പറ്റി പരിതപിക്കുകയോ സഹതപിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവരോട് പാമ്പറയും. ഇത് നമ്മൾ തമ്മിലുള്ള പ്രശ്നമാണ്. നോ, ഗോ ടു ടേബിൾ.